നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരല്ല എൻ്റെ വീട്ടുകാർ. ഉം. എന്ത് പറ്റിയത്, പുതിയതായിട്ട് സംസാരമൊക്കെ മാറി വരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഓ. മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം എൻ്റെ ഈ മുട്ടുവേദന വന്ന് ഇപ്പം എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ. നിങ്ങൾ കഴിയുന്നത് ഈ രണ്ട് കാലും കൂടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കരുത്, നീര് വരും. ആ. അപ്പോൾ ഒരു കാലിൻ്റെ മുകളിൽ ഒരു കാല് വെച്ച് ഉം. അങ്ങനെ ഇരിക്കൂ. ഉം. പക്ഷെ എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല. എന്ത് പറ്റി മക്കളെ, കാല് ഭാരമായിട്ട് തോന്നുന്നോ, എന്ത് പറ്റി കാലുമേ കാലിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഉം. എന്നാലും ആരും ഇല്ലാത്തപ്പോൾ ഞാനപ്പോൾ ഇത് യൂസ്ഡ് ആവുകയാണ്. ഉം. അപ്പോൾ അങ്ങനെയുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആണ് എൻ്റെ അമ്മ. ഉം. പക്ഷെ എങ്കിലും പറഞ്ഞു തരുന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ കുറച്ചൊരു കൂടുതൽ ഗൗരവമോ കുറച്ച് ഹാർഷായി പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് എല്ലാവരും കൂടെ നമുക്ക് ഓപ്പോസിറ്റ് ആവും. ഓ. എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും എന്തു ചെയ്യും, അത് ഭയങ്കര മോശമായപ്പോൾ അങ്ങനെ സംസാരിച്ചത്. അപ്പം നമുക്ക് വല്ലാത്തൊരു അന്തരീക്ഷമാവും നമ്മുടെ വീട്ടിലെ. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? അപ്പൊ അല്ല, അവരിങ്ങനെ ചിലപ്പോ നമ്മൾ മനുഷ്യരല്ലേ, അതെ. ചിലപ്പോ ചിലരുടെ നിരന്തരമായ ചില ചോദ്യങ്ങളോ പെരുമാറ്റമോ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആ. നമ്മൾ കുറച്ച് ഗൗരവക്കാരിയാവും, അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ വരുമ്പോൾ അതെ. ഒരു മിനിറ്റ് മോളെ ഒന്ന് വന്നേ, എൻ്റെ അമ്മ അകത്തോണ്ട് അങ്ങനെ പെരുമാറരുത്. ഓക്കെ. ഇഷ്ടമുണ്ടോ ഇല്ലയോ, നമ്മളെ അന്വേഷിച്ച് അവർ വന്ന് സംസാരിക്കുകയാണ്. ഉം. അവർ പോകുന്ന അത്രയും സമയം വരെ ഒരു ചിരി മുഖത്ത് ഉണ്ടാവണം ഉം. എന്ന് ഓർമ്മിപ്പിക്കും. അപ്പോൾ നമ്മൾ വല്ലാതെ അപ്സെറ്റ് ആവും. ഓ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ ഉം. മനസ്സിനെ വ്രണപ്പെടുത്താത്ത രീതിയിൽ പെരുമാറിയേ പറ്റൂ ഉം. എന്നുള്ളത് നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. ഉം. അപ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഇപ്പം ഇപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒന്നാമത്തെ കാര്യം ലൈഫിൽ അഭിനയിക്കാൻ ഒട്ടും അറിയാത്തത് കൊണ്ട് ഉം. ചില കുറേ കൂടുതൽ ഇറിറ്റേഷൻ ഒക്കെ വരുമ്പോൾ കുറച്ചങ്ങ് പ്രകടിപ്പിച്ച് പോകും അറിയാതെ. അതെ. പക്ഷെ ഇത് വെച്ച് കഴിയുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ അമ്മയും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാം ഓർക്കും, അവര് അയ്യോ ഇവരാരെങ്കിലും അവരോട് പറയൂ. പിന്നത്തെ കുറ്റബോധം മുഴുവൻ അതാണ്. പിന്നെ അവരെ ഒന്നും ഇങ്ങനെ പാച്ചപ്പ് ചെയ്തെടുക്കും. അതെ. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, ഇങ്ങനെയല്ല കേട്ടോ. ആ. പക്ഷെ നമ്മുടെ കുടുംബാന്തരീക്ഷം തന്നെയാണ് നമ്മളുടെ പല മാറ്റങ്ങൾക്കും കാര്യം. ഓക്കെ. തീർച്ചയായിട്ടും. ഈ കൽപ്പന ചേച്ചി രഞ്ജിനി ചേച്ചിയായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. നല്ല ഉർവശി ചേച്ചിനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യണത്. പക്ഷെ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൽപ്പന ചേച്ചിയുടെ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോഴൊക്കെ ചേച്ചിയാണ് ഞങ്ങളുടെ ഇടയിൽ. എപ്പോഴും അതിനിടയിൽ ഉർവശി എന്നുള്ള പേര് പറയാതെ പോവേയില്ല. എപ്പോഴും ഇങ്ങനെ പറയും. ഈയിടെയും കൂടെ രഞ്ജിനി ചേച്ചിനെ ഞാനൊരു ഇന്റർവ്യൂ കൂടെ ചെയ്തിരുന്നു. അപ്പോൾ ഈ നിങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ചാമുണ്ട് ചേച്ചി. നിങ്ങൾ 3 പേരിലും നമ്മളെ എല്ലാവരും ഇപ്പോഴും ഇഷ്ടം വെക്കുന്നതിൽ ഒരു വല്ലാത്തൊരു മാജിക് പവറാണ്. ഞാൻ എന്നോട് എപ്പോഴും ആലോചിക്കും, നിങ്ങളുടെ ബ്ലഡ് എടുത്ത് വേറൊരാൾക്ക് കൊടുത്താലും ഇതിങ്ങനെ തന്നെ കിട്ടും. നിങ്ങൾ എല്ലാവർക്കും ഇതേപോലെ ചിരിച്ച മുഖത്തോടെ ഇരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങൾ എത്ര ഈസി ആയിട്ടാണ് മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആ ഒരു സം മാജിക് പവർ റൺസ് ഇൻ ദ ബ്ലഡ് എന്നൊക്കെ പറയുന്നത്. അത് എൻ്റെ അമ്മ തന്നെയാണ് അതിന്റെ കാരണം. അച്ഛനും വളരെ സരസനായിരുന്നു, കലാകാരനായിരുന്നു. രണ്ടുപേരും ആർട്ടിസ്റ്റ് അല്ലേ. അറിയാം. അപ്പോൾ അത് തന്നെയാണ് ബേസ്. പക്ഷെ അമ്മ എപ്പോഴും ചിരിക്കാനും ചിരിപ്പിക്കാനും ഇഷ്ടമുള്ള ആളായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. നമ്മളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഗൗരവത്തിൽ സംസാരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും കുറച്ച് ഭയങ്കര ഗൗരവമുള്ള ഈ കരച്ചിൽ പടങ്ങളൊന്നും എൻ്റെ അമ്മ കാണത്തില്ല. ആണോ? മക്കളെ മാറ്റത്, ആ ചാനൽ മാറ്റുക, അല്ലെങ്കിലേ ഉണ്ട് നമുക്ക് പ്രശ്നങ്ങൾ, ഇത് കരഞ്ഞുകൊണ്ടിരിക്കാൻ വയ്യ. ഉള്ളൊഴുക്ക് കണ്ടിട്ടില്ല എൻ്റെ അമ്മ, കലശേച്ചി കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ സിനിമകളും കാണത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അമ്മയ്ക്ക് റെസ്ലിംഗ് കാണത്തില്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മ പറഞ്ഞ് മനസ്സിലായിരുന്നു, ബ്രദേഴ്സൊക്കെ അതൊക്കെ ഒരു അവര് കറക്റ്റായിട്ട് റിഹേഴ്സൽ ചെയ്തിട്ട് അമ്മ ചെയ്യുന്നത്. അതൊന്നും അവർക്ക് അങ്ങനെ നോവത്തൊന്നുമില്ല. അതെല്ലാം അവർ പ്രാക്ടീസ് ചെയ്യണത്. വേണ്ട വേണ്ട വേണ്ട, മനുഷ്യൻ കൂടെ അടിച്ച് ചാവുന്നത് കാണാൻ വയ്യ, അവൻ നെറ്റിന്റെ മുകളിൽ കയറി താഴെ അവൻ്റെ നെഞ്ചത്തോട്ട് ചാടുന്നു, വേണ്ട എനിക്ക് കാണുകയോ വേണ്ട എന്ന് പറയും. അപ്പൊ അത്രയും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ഇതൊക്കെ ആക്ടിങ് ആണെന്ന് അറിയുന്ന ഒരാള്, ഒരു ആക്ടറും കൂടിയാണ്, എന്നിട്ടും ഇങ്ങനെ അല്ലേ? ചേച്ചിക്ക് അപ്പൊ ഇതിനോടുള്ള ചേച്ചിയുടെ കാഴ്ചപ്പാട് എങ്ങനെയാ? തീർച്ചയായിട്ടും അതൊരു പരിധി വരെയും കറക്റ്റാണ്. പക്ഷേ എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അഭിനയിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒട്ടും ഗൗരവമില്ലാത്തങ്ങ് സംസാരിച്ചേക്കുക. നമുക്ക് ഫീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒട്ടും ഇത് കാര്യമായിട്ടുള്ള രീതിയിലുള്ള സംസാരം അല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പരസ്പര ബന്ധമില്ലാതെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഡൈവേർട്ട് ചെയ്തിട്ട് അവര് ചോദിക്കുന്ന ചോദ്യം ഉത്തരവായിരിക്കത്തില്ല ഞാൻ പറയുന്നത്. ഒരു ബന്ധത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ടോ? മക്കളെ ഓടിവാടാ, അമ്മയുടെ കുഞ്ഞാണ്ട. മക്കളെ രമ്യ ചേച്ചി അറിഞ്ഞൂടെ?
ആ കുറച്ചേരെ മക്കൾ അമ്മയ്ക്കും കൂടെ അധികം സ്പൈസി ഇല്ലാത്തെന്തെങ്കിലും അമ്മയ്ക്കും കൂടെ ഓർഡർ ചെയ്യാം. അമ്മ കുറച്ച് പുളിശ്ശേരി കുഞ്ഞിനും കൂടെ ഓർഡർ ചെയ്തോ. മേളിലുണ്ടോടാ എല്ലാം വലിച്ചു വാരിയിട്ടേക്കാ മുകളിലത്തെ റൂം കേട്ടാ. ചേച്ചി നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ നർമ്മം അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ ഹ്യൂമർ സെൻസും കൗണ്ടറൊക്കെ പറയണത് നിങ്ങളിൽ ആരാ? ഇല്ല കൽപ്പന ചേച്ചി. ആണോ? അയ്യോ മിനി ചേച്ചി കൊച്ചിലെ മുതലേ ആഹാ. അവളുടെ പേരൊക്കെ വേളൂർ കൃഷ്ണൻകുട്ടി ഞങ്ങളുടെ പിന്നെ കഥയുടെ പേരുകളിലൊക്കെ അവൾ അറിയപ്പെട്ടിരുന്നത്. ആൾക്കൂട്ടത്തിൽ ഏലിയമ്മ അങ്ങനെയൊക്കെയാ വിളിച്ചിരുന്നത്. കാരണം വെച്ചാൽ എവിടെ ആൾക്കൂട്ടോ ബഹളം ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഇടയ്ക്ക് വരും. എന്താ നിങ്ങളെ കാര്യം എന്നിട്ട് ന്യൂസ് എത്തിക്കാനാ. ആഹാ. ഓ എന്നിട്ട് വണ്ടി ഇടിച്ചപ്പോ എന്തോ പറ്റി എല്ലാത്തിനും പറഞ്ഞിട്ട് പോപ്പുലർ ആയിരുന്നു കൽപ്പന ചേച്ചി ഇപ്പൊ തീരെ കൊച്ചില്. ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ popular ഈയിടെ രഞ്ജിനി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. കല ചേച്ചി നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമർ സെൻസ് ആർക്കായിരിക്കും? കൽപ്പന. ആണല്ലേ? പിന്നെ അതന്നെ. രഞ്ജിനി ചേച്ചി ഇത് തന്നെയാ അപ്പൊ പറഞ്ഞേ. അയ്യോ ഇത് നല്ലോണം ഇമിറ്റേറ്റ് ചെയ്യും. ആ. നമുക്ക് തോന്നും ആ ആളാണോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് തോന്നും. സുന്ദരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. ഓ അവര് നടക്കുന്ന പോലെ അത് ചെറുപ്പം മുതലേ ആ. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും. എൻ്റെ അച്ഛൻ്റെ അമ്മ അമ്മയ്ക്ക് അങ്ങനെ വലുതായിട്ട് സിനിമയൊന്നും കാണത്തില്ല. ഈ ഭക്തി സീരിയലൊക്കെ മഹാഭാരതമൊക്കെ എന്ന് പറഞ്ഞ് തമ്പുരാനേ അതേ വാസുദേവായ എന്നൊക്കെ പറഞ്ഞ് മന്ത്രമൊക്കെ ജപിക്കും. പണ്ട് മഹാഭാരതത്തിന് ഒരു ഗ്ലോബൊക്കെ വരുമല്ലോ. അപ്പൊ അത് പറ്റിക്കുക. ഉമ്മ എണീക്കുമ്മ കൃഷ്ണൻ മരുന്നമ്മ എണീക്കുമ്മ തമ്പുരാനെ എന്തൊക്കെ അതൊക്കെ തൊഴും. അത് വേഷമാണോ ഇതാണെന്നുള്ള അത്ര ഇന്നസെന്റ് ആൾക്കാരായിരുന്നു നാട്ടുപുറത്തെ ശരിക്കും. അപ്പൊ രണ്ടുപേര് ഹഗ് ചെയ്യുന്നത് ഫിലിം ഒട്ടിച്ചിട്ടാണെന്നാണ് മിനി ചേച്ചിയെ പറഞ്ഞു അവതരിപ്പിച്ചിരിക്കുന്നത്. ഓ കാരണം ഇതൊക്കെ എല്ലാം ഒറിജിനലാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അഭിനയിക്കല്ലേ. എന്തുവായത് ഇങ്ങനെ അങ്ങ് കെട്ടിപ്പിടിക്കുവോ, എന്തൊരു മോശമായത്, അത് മാറ്റത് പിള്ളേർ വഷളാവാതെ എന്ന് പറയും. അപ്പൊ ഉടനെ ഞങ്ങളൊരു അമ്മമ്മ അങ്ങനെയല്ല അമ്മമ്മ, ഇവിടെ ഒരാൾ നിൽക്കും ഇവിടെ ഒരാൾ, എന്നിട്ട് ഈ ഫിലിം ഇങ്ങനെ ഒട്ടിക്കും അമ്മമ്മ എന്ന് പറഞ്ഞ് പറ്റിക്കും. മിനി ചേച്ചി ഇത് പറഞ്ഞ് അഭിനയിച്ച് പറ്റിക്കുന്നേ. എന്നിട്ട് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്കത് ഒരനുഭവത്തിൽ വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, അയ്യോ പണ്ട് മിനി ചേച്ചി പറഞ്ഞൊരു തോന്നുന്നു. കാരണം മുരളിച്ചേട്ടൻ ഞാനും കൂടെ വെങ്കലത്തിലൊരു സംഗതി വരും. അപ്പൊ വെങ്കലത്തിൽ ഭയങ്കര മൊശടനായിട്ടുള്ള ഒരാളായിട്ടാണ് മുരളിച്ചേട്ടൻ. കല്യാണം വേണ്ട. അപ്പൊ ഒരു ഫസ്റ്റ് നൈറ്റ് സീക്വൻസ് ആണ്. അപ്പൊ ഞാൻ കൊച്ചാട്ടാന്നാ വിളിക്കുന്നത്, ഞാൻ എന്റെ ബന്ധുവും കൂടാ. കൊച്ചാട്ടൻ എൻ്റെ കൂടെ ലവ് സീൻ അഭിനയിക്കാൻ വലിയ പാടാണ്. അപ്പൊ ഞാനും പറഞ്ഞു ഞാനും ലവ് സീൻ അഭിനയിക്കാൻ ഭയങ്കര മോശം, അത് പറഞ്ഞെങ്കിലും അറിയാം. പങ്കിള് പറഞ്ഞു ഇപ്പൊ ഇത് എടുക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് എൻ്റെ ഒരു ശില്പം വെച്ചിട്ട് എൻ്റെ ദേഹത്ത് തൊടുന്നതും ഒക്കെ ആ ശില്പത്തിനെ തൊടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അതിന് മുരളിച്ചേട്ടൻ അത്രയും ദൂരം അവിടെ, ഞാനിവിടെ, രണ്ട് ഷാഡോ പ്ലേ പോലെ. കറക്റ്റ് മുരളിച്ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് വരും ആ ഭാഗത്തുനിന്ന്, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എണീറ്റ് പോവും, എന്നിട്ട് ഹഗ് ചെയ്യും. നിഴല് കാണുമ്പോ രണ്ടുപേരും അടുത്തിരുന്ന് ഹഗ് ചെയ്യുന്ന പോലെ. ഓ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്യാമറ ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇന്നും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാലോ, തീർച്ചയായിട്ടും ചെയ്യാലോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ബേസിക്കായിട്ട് എനിക്ക് അങ്ങനെയുള്ള സീക്വൻസ് വലിയ പാടാണ്. കാരണം ഒന്നാമത് എല്ലാവരും എന്നെ അത്ര വാത്സല്യത്തോടു കൂടിയാണ് സെറ്റ് കണ്ടിരിക്കുന്നത്. എന്നെ ആരും ഉർവശി എന്ന് വിളിക്കുന്ന ഈ ജനറേഷനിലുള്ളവരേ ഉള്ളൂ. അന്നെല്ലാം പൊടിമുളയെന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ചിലാണ് എനിക്ക് ലവ് സീൻ അഭിനയിക്കാൻ. അപ്പം ബെർലിച്ചേട്ടായിട്ട് പറഞ്ഞ ഈ കൊച്ചിന്റെ കൂടെ ചെയ്യാനേ പറ്റത്തില്ല, നടക്കത്തില്ല, അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറ്റിക്കും. എന്നിട്ട് അമ്മൂമ്മയെ പോലും പറ്റിയിട്ട്, അമ്മൂമ്മയ്ക്ക് സിൽക്ക് സ്മിത എന്നാ പേരിട്ടിരുന്നത്. കാരണം നല്ല ഷേപ്പാണ്, നല്ല കൊച്ചു രൂപം, ഇത്രേ ഉള്ളൂ. എൻ്റെ അച്ഛൻ 6 അടി 3 ഇഞ്ച് ഹൈറ്റാ, അമ്മൂമ്മ ഇത്രേ ഉള്ളൂ, കൊച്ചാണ്. പക്ഷെ ബ്ലൗസും ഇങ്ങനെ മുണ്ടും മാത്രമല്ലേ ഉടുക്കുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയറ്റിലൊക്കെ പോയി തട്ട് സിൽക്ക് സ്മിത വയറെന്നൊക്കെ പറയും. ഇത് ആരാ സിൽക്ക് സ്മിത, എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. അവസാനം വരെ ചോദിക്കുമായിരുന്നു, ഇത് ആരാ ഈ സിൽക്ക് സ്മിത എന്ന് ചോദിക്കുക. അപ്പൊ എപ്പോഴും ഒരു ചിരിക്കുന്ന അന്തരീക്ഷം മിനി ചേച്ചി ഉള്ളിടത്തുണ്ട്. ഓക്കെ, അത് ചേച്ചിയുടെ പ്രസൻസ് വരുമ്പോ, അത് ഇപ്പം നമുക്ക് അറിയുന്ന കാര്യമാണ്, ചേച്ചി പ്രസൻസ് വരുമ്പോ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയും ഒരു വൈബും ഫുൾ ചിരിയും മേളവും. എത്ര വിഷമവും എത്ര ടെൻഷനും നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മറന്നു പോകും. അതൊക്കെ ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കുടുംബത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുക, കുടുംബത്തിൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. ഓക്കെ
ചേച്ചി ഇന്ന് നമ്മുടെ മൈൽ സ്റ്റോണിൽ ഇന്ന് രാവിലെ ഇന്റർവ്യൂ ചെയ്ത മനോജ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് അഭിനയത്തിലേക്ക് വരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വനിതയിൽ വിളിച്ചിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ നമ്മുടെ ഈ വിമർശകരും ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ നിങ്ങൾ എന്ത് അനങ്ങിയാലും മിണ്ടാതിരുന്നാലും എന്തിനും എല്ലാത്തിനും വിമർശിക്കുന്ന സമൂഹവും ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പൊ പറയുന്ന എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെപ്പറ്റിസം എന്ന് പറയുന്നത്. അച്ഛന്മാര് ഫീൽഡിൽ നിൽക്കുമ്പോൾ മക്കൾ അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് വരും. എന്താ ഡോക്ടേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സ് ആവുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ ആവുന്നുണ്ട്. പക്ഷെ സിനിമയിൽ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും സിനിമയിലുള്ളവരുടെ ഒക്കെ മക്കള് ഇതിലിപ്പോ സജീവമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെ നമുക്ക് എണ്ണത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോക്കോൾഡ് ഇപ്പൊ എല്ലാവരും പറഞ്ഞത് നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ട് നെപ്പോ കിഡ്സ് എന്നുള്ള ഇതിലേക്ക് വരുന്നു. ചേച്ചിക്കും ഇപ്പം നിങ്ങളുടെയും മകള് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനം മറ്റേ സൈഡിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ചേച്ചി ഇതിനെ എങ്ങനെ കാണുന്നത്? എനിക്ക് അവളെ കൊച്ചിലേ മുതലേ ഒരു ഫോട്ടോയ്ക്ക് പോലും നിർത്തുന്ന ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെ വേണ്ട അവള് പഠിക്കണം, എനിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അവള് പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. അപ്പോൾ അത് +2 ഒക്കെ കഴിഞ്ഞ് 85% ഉള്ള മാർക്ക് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞ് അവള് ബാംഗ്ലൂർ ഹോസ്റ്റലിൽ ചേർന്നാണ് കോഴ്സ് പാസ്സാവുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി, നിന്റെ പഠിത്തത്തിനുള്ളൊരു ജോലി നീ ചെയ്ത് ആ ശമ്പളം പറ്റി അതിനകത്തുനിന്ന് സ്വന്തം ചെലവിൽ കാര്യങ്ങളൊക്കെ നടത്തി പൈസയുടെ വില അറിയണം. അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി കുട്ടിയായിട്ട് മാത്രം വളർന്നാൽ ശരിയല്ലല്ലോ. പക്ഷെ അവൾ അക്ഷരം പ്രതി അനുസരിച്ചു. പിന്നെ ഡബ് സ്മാഷും അതും ഇതും ഒക്കെ എല്ലാം ശിവൻചേട്ടനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എപ്പോഴും കൂടുതൽ ഇത് അതെന്താ നിനക്ക് അങ്ങനെ, ഓക്കെ ഇങ്ങോട്ടാണ് വരാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂടെ അവിടെ ചാച്ചാ ഞാൻ ഒരെണ്ണം അയച്ചിട്ടുണ്ടെന്നാ ഒന്ന് കാണണേ, എന്നിട്ട് അമ്മയെ ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറയും. അപ്പൊ ഞാനിത് വലിയ ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അവള് ഹ്യൂമർ നല്ലോണം ചെയ്യും. മിനിച്ചേച്ചിയുടെ ഹ്യൂമർ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലഡിലല്ലേ അത് എനിക്ക് അതാണ് എനിക്ക് ഞാൻ അകറ്റി തന്നെ കാരണം ഹ്യൂമർ പെർഫോം ചെയ്യാനാണ് ഇഷ്ടം. എന്റെ ഹ്യൂമർ സീൻസ്, മിനിച്ചേച്ചിയുടെ ഹ്യൂമർ സീൻസ്, ദിലീപിന്റെ ഇതൊക്കെയാണ് ഡബ് സ്മാഷ് എടുക്കുന്നത്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള സീൻസോ ഡാൻസോ അതൊന്നും അല്ല. കുഞ്ഞിലെ മുതൽ അച്ഛൻ്റെ അമ്മയുടെ എന്റെ ആ കട്ട് 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 എന്ന് പറഞ്ഞ സാധനം ആണ് ബിഗിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കിലുക്കത്തിലെ രേവതിയുടെ അപ്പുപ്പനെയും അമ്മുമെനെയും അതൊക്കെ എടുക്കുന്നത്. കൊച്ചിലെ ഞാൻ പിന്നെ അവളെ ഉറക്കാനും അവളെ എന്റർടൈൻ ചെയ്യിക്കാനും എടുക്കുന്നത് കിലുക്കത്തിലെ രേവതിയുടെ ഡയലോഗ്സാ. കൊരങ്ങിന് വേണോ അതൊക്കെ ഞാൻ അഭിനയിച്ച് കാണിക്കണം. അപ്പൊ അപ്പം മുതലേ എനിക്കറിയാം ഇവൾക്ക് ഹ്യൂമറിനോടാണ് താല്പര്യം കൂടുതൽ. പിന്നെ വീട്ടിലെപ്പോഴും തമാശ പറയുന്ന ആൾക്കാരല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ ചെയ്തിട്ടാട്ടെ എന്ന് പറഞ്ഞു. ജോലി ചെയ്തു, ശമ്പളമൊക്കെ വാങ്ങിച്ചു. ഞാൻ 450യുടെ ഒരു ടോപ്പ് എടുത്തു. അപ്പൊ സമാധാനമായി എനിക്ക്. കാരണം ഞങ്ങള് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പം അതൊന്നും അല്ല ചെലവ്. അപ്പൊ ഇത് സ്വന്തം ചെലവില് അങ്ങനെ 450 രൂപയുടെ ടോപ്പ് എടുത്തൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് അമ്മ എല്ലാരും എന്നെ കമ്പൽ ചെയ്യുന്നു. അവള് ലണ്ടനിൽ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കൂടെ പഠിച്ചവരും ഒക്കെ. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു അതെന്തുകൊണ്ട് 9th പഠിച്ചപ്പോ അമ്മ വന്നു അഭിനയിക്കാൻ. അപ്പൊ ഇത്രയായി ജോലിയും കഴിഞ്ഞിട്ട് ഇനി മോളെ അഭിനയിക്കാൻ വിട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നു. ഞാൻ ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ വിദ്യാഭ്യാസം ആരും എടുത്തോണ്ട് പോകുന്നില്ല. അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉടനെ കാണാം ബിഗ് സ്ക്രീനില്. അതെ തീർച്ചയായിട്ടും. അങ്ങനെ നല്ലോണം ചൂസ് ചെയ്ത് അവരുടെ ഇഷ്ടം, അവരൊക്കെ സ്മാർട്ടാണ്, അവർക്ക് പറ്റുന്നുണ്ട്. അല്ല ചേച്ചി, ഇന്നിപ്പോ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ചേച്ചി പറഞ്ഞ ഈ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അത് നിങ്ങളെപ്പോലെ ഇത്രയും ടാലന്റഡ് അത് അവളുടെ ബ്ലഡിലുണ്ട്. അപ്പൊ അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഒരു സ്പേസ് അവൾക്ക് വേണ്ടിയിട്ടുണ്ടാവും എന്തായാലും. അത് നമുക്കെന്താ അറിയാം, ഞങ്ങൾ വന്ന കാലഘട്ടത്തിൽ ലോങ് സ്റ്റാൻഡിങ്ങിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു. പല ആർട്ടിസ്റ്റുകളും അങ്ങനെ നിന്നിട്ടുണ്ട്. സത്യമാണ്. ഇനിയിപ്പോ അങ്ങോട്ടുള്ളവർക്ക് അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് എഴുതുന്ന റൈറ്റേഴ്സ് ഇനിയും ഉണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഉണ്ടാവണം, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ഒരു എന്താ പറയുന്നത്, നിങ്ങളുടെ മൈൽ സ്റ്റോൺ പോലെ ഒരു മൈൽ സ്റ്റോൺ ആവുന്ന ഓരോ ക്യാരക്ടേഴ്സ് എങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണ്ടേ.